മാധ്യമപ്രവർത്തകൻ KM ബഷീർ കേസിലെ വിചാരണ ഈ ഡിസംബറിൽ തുടങ്ങും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ 2 ഘട്ടമായാണ് വിചാരണ നടക്കുക. ആദ്യഘട്ടത്തിൽ 100 സാക്ഷികളിൽ 95 പേരെ വിസ്തരിക്കും. 2019 ഓഗസ്റ്റ് 3-നാണ് പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച വാഹനമിടിച്ച് ബഷീർ കൊല്ലപ്പെടുന്നത്. ഹരിമോഹൻ ചേരുന്നുണ്ട്. ഹരി, വിചാരണ വീണ്ടും ഡിസംബറിൽ തുടങ്ങാനിരിക്കുന്നു. എന്താണ് നിലവിൽ കേസിന്റെ സ്ഥിതി? ധന്യ, വിചാരണ ഇപ്പോഴാണ് തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുക. 2 ഘട്ടങ്ങളിലായി വിചാരണ നടത്താൻ വേണ്ടിയാണ് തീരുമാനമായിരിക്കുന്നത്. ആദ്യത്തെ ഘട്ടം പറയുന്നത് ഡിസംബർ 2 മുതൽ 18 വരെയും 2-ാം ഘട്ടം ജനുവരിയിലുമായിരിക്കും നടക്കുക. ആദ്യഘട്ടത്തിൽ 100 സാക്ഷികളിൽ 95 സാക്ഷികളെ വിസ്തരിക്കാമെന്നുള്ള കാര്യമാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പ്രതിയായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമനെതിരെ നരഹത്യാ കുറ്റം കോടതി ചുമത്തിയിരുന്നു. അടുത്തിടെ, അതായത് കഴിഞ്ഞ മാസമാണ് ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും അത് ശ്രീറാം വെങ്കിട്ടരാമനെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തത്. 4 തവണ ഹാജരാകുന്നതിൽ നിന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ ഒഴിഞ്ഞുമാറിയെങ്കിലും പിന്നീട് ശ്രീറാമിനെ ഹാജരാകേണ്ടി വരികയും അങ്ങനെ വായിച്ചു കേൾപ്പിക്കുകയുമായിരുന്നു ചെയ്തത്. തുടർച്ചയായി ഹാജരാകാതിരുന്നതിനാലാണ് കുറ്റപത്രം വായിക്കുന്നത് വരെ പലതവണ കോടതി മാറ്റിവെക്കുകയും ഒടുവിൽ ശ്രീറാമിനെ കോടതി ശാസിക്കുന്ന ഒരു നിലയിലേക്ക് വരെ വരികയും ചെയ്തത്. അതായത് ഇത് വകുപ്പുകൾ എന്ന് പറയുന്ന നരഹത്യാ കുറ്റം വകുപ്പായിട്ട് ചുമത്തിയിട്ടുണ്ട്. അതായത് അശ്രദ്ധമായി മനുഷ്യജീവൻ ആപത്താകും വിധം പൊതുനിരത്തിൽ വാഹനമോടിക്കൽ ഒരു കുറ്റമായി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ IPC 304 ഈ മനഃപൂർവ്വമായ നരഹത്യ എന്ന് പറയുന്നത്. ആ നരഹത്യ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തെളിവ് നശിപ്പിക്കലിനും തെറ്റായ വിവരം നൽകിയതിനുമുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട്. മനുഷ്യജീവന് ആപത്ത് വരത്തക്ക വിധം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതിന് മറ്റൊരു വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. ഇതായിരുന്നു കുറ്റപത്രത്തിലൊക്കെ തന്നെ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതി കുറ്റം ചെയ്തതായി അനുമാനിക്കാൻ പ്രഥമ ദൃഷ്ടിയാലുള്ള തെളിവുകൾ കോടതി മുമ്പാകെ ഉണ്ട് എന്നുള്ളതായിരുന്നു കുറ്റം ചുമത്തുന്ന ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം പ്രതി ശ്രീറാമിന്റെ രക്തസാമ്പിൾ എടുക്കൽ വൈകിയത് മൂലം മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് തെളിയുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന നിയമത്തിലെ 185-ാം വകുപ്പ് പ്രതിക്ക് മേൽ ചുമത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. വിചാരണയ്ക്ക് മുമ്പ് പ്രതിക്ക് നൽകേണ്ട രേഖകളുടെ പകർപ്പ് നൽകിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കൂടിയാണ് ഇപ്പോൾ വിചാരണയ്ക്കുള്ള തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസ് 2019-ലാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം സുപ്രീം കോടതി വരെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ശ്രീറാം വെങ്കിട്ടരാമന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. നരഹത്യാ കുറ്റം നിലനിൽക്കുമോ എന്നത് വിചാരണയിലാണ് വ്യക്തമാകേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ഹൈക്കോടതിയുടെ നിലപാട് ശരിവെക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ വിചാരണ നേരിടേണ്ട സാഹചര്യത്തിലേക്കൊക്കെ എത്തുകയും വീണ്ടും നരഹത്യാ കുറ്റം വിചാരണ കോടതി ചുമത്തുകയും അത് വായിച്ചു കേൾപ്പിക്കുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ വിചാരണ തീയതി വരെ നിശ്ചയിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. അന്ന് സുപ്രീം കോടതിയിൽ പോയപ്പോഴൊക്കെ തന്നെ തന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ അംശമില്ല എന്നുള്ളതും സാധാരണ മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരമുള്ള കേസ് മാത്രമാണ് ഇതെന്നുമുള്ള വാദം ശ്രീറാം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. വേഗത്തിൽ വാഹനം ഓടിച്ചു എന്നുള്ളത് കൊണ്ട് അത് നരഹത്യാ കേസാവില്ലെന്നും ശ്രീറാം വെങ്കിട്ടരാമൻ വാദിച്ചിരുന്നു. പക്ഷെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ പരിഗണിച്ചപ്പോൾ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു.